ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന +1 2025 റിസൾട്ട് നാളെയാണ്. ഓക്കെ, ആദ്യം നേരത്തെ പറഞ്ഞിരുന്നത് ജൂൺ 3 വരുമെന്നാണ്. അപ്പോൾ ഡേറ്റ് ചെറുതായി ചേഞ്ച് ആയിട്ടുണ്ട്, വെബ്സൈറ്റിൽ നിന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഡേറ്റ് ജൂൺ 2 ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ റിസൾട്ട് അറിയാനുള്ള ഏറ്റവും ഫസ്റ്റ് അറിയാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലായിരിക്കും. ഓക്കെ, നിങ്ങൾ കുറച്ച് ദിവസം ഇരുന്ന് ബോറൊക്കെ അടിച്ച് കാണും. അപ്പോൾ നമ്മളെ സ്കൂൾ തുറക്കുകയാണ്, നമ്മൾ +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നന്നായിട്ടൊക്കെ പഠിച്ചോണം. +1 പോലെ അല്ല, +2 നല്ല ടഫാണ്, നന്നായി പഠിച്ചോണം. മിക്കവാറും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വിടാം. മെജോറിറ്റി സ്കൂളുകളും ഉച്ചയ്ക്ക് വിടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് വിട്ട് വീട്ടിൽ പോയിട്ട് വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കഫേയിലോ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നെറ്റ് വഴി മൊബൈൽ നെറ്റ് വഴി ഡേറ്റ വഴി നോക്കിയാൽ മതി. റിസൾട്ട് എല്ലാവർക്കും റിസൾട്ട് അറിയാൻ പറ്റും. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വളരെ വാല്യുവേഷൻ ഒന്നും ലിബറലായിരുന്നു, വളരെ ഈസി വാല്യുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടും. എസ്പെഷ്യലി മാത്സിനൊക്കെ കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കെമിസ്ട്രി മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് ടഫ് എന്തോ ആയിരുന്നു കുറച്ച് കുട്ടികൾക്ക്. ഓക്കെ, ബാക്കി വാല്യുവേഷനൊക്കെ ലിബറൽ ആയതുകൊണ്ടും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ആരെങ്കിലും എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ റീവാല്യൂഷൻ കൊടുക്കണം കേട്ടോ. കാരണം ഒരു സാറേ സിംഗിൾ വാല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ റീവാല്യൂഷൻ കൊടുക്കുമ്പോൾ 100% മാർക്ക് കൂടും. എസ്പെഷ്യലി ഇംഗ്ലീഷിനൊക്കെ നല്ല മാർക്ക് കൂടും റീവാല്യൂഷൻ കൊടുക്കും. നിങ്ങൾ 100% റീവാല്യൂഷൻ കൊടുക്കണം. ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് എഴുതിയതിൽ കൂടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ റീവാല്യൂഷൻ കൊടുക്കണം കേട്ടോ. പിന്നെ +1 തോൽക്കുക A+ എന്ന കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, നമ്മൾ റിട്ടേണിന് 60-നുള്ള എക്സാംസിന് 18 മാർക്ക് എഴുതി വാങ്ങിച്ചാൽ നമ്മൾ ജയിക്കും. അപ്പോൾ +1 17 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്ന കോൺസെപ്റ്റ് ഇല്ല. +2 അത് 19 മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതി. കാരണം നമ്മൾ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത +1 +2 കൂടെ കൂട്ടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റിട്ടേൺ എക്സാം നിങ്ങൾ 36 മാർക്ക് എഴുതി വാങ്ങിക്കണം. അത് +1 +2 കൂടെ കൂട്ടുമ്പോൾ 36 മാർക്ക് കിട്ടിയാൽ മതി. +1 നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ തോറ്റു എന്ന് ആരും വിചാരിക്കേണ്ട. +2 നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും +1 കൂടുതൽ മാർക്ക് ഇരിക്കുന്നതാണ് ബെറ്റർ. +2 കുറച്ച് ടഫ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം +1 ജയിക്കണം എന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ 18 മാർക്കാണ് റിട്ടേൺ. എന്ന് പറഞ്ഞ് കിടക്കുന്ന റിസൾട്ട് 18 മാർക്ക് വേണം. അത് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ +2 എഴുതി ബാലൻസ് ചെയ്താൽ നിങ്ങൾ ഹോൾ പാസ്സായി വന്നോളും കേട്ടോ. പിന്നെ A+ എന്ന കോൺസെപ്റ്റ് +1 ഇല്ല, +2 കൂടെ മാർക്ക് ആഡ് ചെയ്താണ്. നമുക്ക് വേണമെങ്കിൽ പറയാം A+ എന്ന് പറയാമെന്നല്ല, റിസൾട്ടിൽ A+ A ഗ്രേഡ് എന്നൊന്നും പറഞ്ഞൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പം എല്ലാ കുട്ടികൾക്കും നാളെ ഓൾ ദി ബെസ്റ്റ്, നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. പിന്നെ മാർക്ക് കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ റീവാല്യൂഷനും കൂടെ കൊടുക്കുക. മാക്സിമം വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ. അയ്യോ ഞാൻ തോറ്റു പോകും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല +1 കേട്ടോ. നമുക്ക് +2 മേക്കപ്പ് ചെയ്യാനേ ഉള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് നമുക്ക് +2 റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.